അമ്മ എടുത്തോട്ട് പോയിക്കോ. അമ്മ. ആ മിസ്റ്റർ പൊട്ടൻ, ഞാൻ വീട്ടിലുണ്ടാ, ഇന്ന് ഓഫീസിലായിരുന്നു. നീ നീ എപ്പോന്നടാ? ഞാൻ ഒന്ന് കേറിയോടാ. എന്റെ മോനെ 2 ദിവസം മുന്നേ വിളിച്ചപ്പെങ്കിലും നിനക്കൊന്ന് പറഞ്ഞുകൂടായിരുന്നാ? എടാ നമ്മുടെ മ്യൂസിയക്കാരൻ ശിവ എവിടെ? വിളിച്ചിട്ട് കിട്ടിയില്ല. എടാ ഞാൻ അവനിപ്പോ കണക്ട് ചെയ്യാ, നീ വേഗം വാ. ആ ഓക്കെ, ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ അങ്ങോട്ട് എത്താം. അമ്മയെ കൊണ്ട് അമ്പലത്തിൽ പോകണം. ശരി ശരി ഓക്കെ. ആ ശരി ഓക്കെ, നീ വേഗം വാ. ഓക്കെടാ. ഏയ് അവിടെ ഒന്നും ഇങ്ങനെയല്ല. ഓ പിന്നെ താൻ വലിയ ജർമ്മൻകാരൻ. ഇവിടേക്കൊക്കെ മാറിപ്പോയടാ. അതെ, മെട്രോ വരാൻ പോണല്ലേ. നീ പിള്ളേർക്ക് കൊടുക്കുന്ന സാധനം മാത്രം കൊണ്ടുവന്നോളൂ, ജില്ല ഒന്നുമില്ലേ? എടാ ഒന്ന് ഇരുട്ടാവട്ടെ, സാധനം വണ്ടിക്കകത്തുണ്ട്. എടാ നമ്മുടെ ശിവയുടെ കേസ് എന്തോ പറഞ്ഞില്ലേ, അതെന്തായി? എടാ അതൊന്നുമില്ലടാ, അവൻ കഴിഞ്ഞ ആഴ്ച 2 എണ്ണം അടിക്കാനായിട്ട് നമ്മുടെ റോസിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് ഏതോരുത്തനായിട്ട് കുറച്ച് സീനായി. എന്നിട്ടെന്താ, കുന്തായി, തള്ളായി, ഇടിയായി, പോലീസായി. അവനിപ്പിച്ചിരി പ്രശ്നമുണ്ടേ. കുഴപ്പമൊന്നുമില്ലടാ, അവൻ്റെ ആ ഫിലിമിൻ്റെ വർക്ക് തന്നെ അവൻ കുറച്ച് സീനായി. പിന്നെ അവൻ്റെ ആ സ്റ്റുഡിയോ കുട്ടികളോടി ആകെ സൈലൻ്റായി. ഏത് നേരം ഒരു ഹെഡ്സെറ്റും വെച്ച് ഏതെങ്കിലും ഒരു മൂലയിൽ. പിന്നെ കുറേ നാളുകൂടി ഏതോ ഡയറക്ടറിനെ കാണണമെന്നും പറഞ്ഞില്ല പോയത്. ആ ദേവറിന് ചെത്തട്ടില്ലേ? ചേട്ടാ അതെന്താ സംഭവം? അത് നീരാളി ഫ്രൈ. അത് 3 എണ്ണം പാഴ്സലായിക്കോ. പിന്നെ 2 ബർഗറും 1 കൊത്തു പൊറോട്ടയും. ഓക്കെ. ഇതാണ് ഇപ്പോഴത്തെ വീട്. ഡാർക്ക് വെബ് സീരീസ് ഒക്കെ എടുത്തില്ലേ, അതിൻ്റെ അടുത്താ. നീ 2 മാസം കഴിഞ്ഞ് വരില്ലെന്നാണല്ലോ ഋഷി പറഞ്ഞേ. അങ്ങനെ വിചാരിച്ചേ, പിന്നെ പ്ലാൻ മാറ്റി. എടാ റീയൂണിയൻ പരിപാടിക്ക് പോകണ്ടേ സ്കൂളിൽ? അതെന്ത്? ഒരു മിനിറ്റ്. ഞാൻ രാവിലെ ലക്ഷ്മിയെ കണ്ടിരുന്നു. വണ്ടി വിട്ടോ. എന്താണത്? കുറേണ്ടല്ല, നീ കട മൊത്തം വാങ്ങിച്ചാ? നീ ചിലക്കേണ്ട വണ്ടിയടി എൻ്റെ ഋഷിയേ. ആടാ സാധനവും കൊണ്ടുവന്നിട്ട്
എടാ വേണ്ടാ വീടോടാ. പിന്നെ നിന്റെ അപ്പം വന്ന് മൂത്തൊഴിക്കുക. എന്താണ് നിന്റെ മ്യൂസിക് ഡയറക്ഷൻ? സീനില്ല. അറിയുന്നുണ്ട്. എടാ 2 മാസം നേരത്തേക്ക് ഞാൻ വന്നെന്തിനാന്ന് അറിയാം നിനക്ക്? നിന്നെ കാണുമ്പോഴാണ് പൊട്ടിക്കാൻ. എടാ 2 കൊല്ലവും ഞാൻ പോയിട്ട് ചത്തിട്ടില്ലാന്ന് അറിയിക്കാനെങ്കിലും ഞാൻ വിളിക്കുമ്പോൾ ഫോണൊന്നും എടുത്തോളൂ. നീ വിളിക്കുമ്പോൾ എന്തിൻ്റെയൊക്കെ ഇടയായിരിക്കൂടാ. പിന്നെ ഞാൻ തിരിച്ചു വിളിക്കാത്തത് എന്തൊക്കെയുണ്ടോ വിശേഷം നോക്കുമ്പോൾ പറയാൻ വല്ലതും വേണ്ടേ? ഇത്ര നാളായിട്ട് ആകെ കൂടി ഉണ്ടായ സംഭവം ആ സ്റ്റുഡിയോ പൊട്ടിയതാ. അതിനെ വിളിച്ച് പറയണ്ടെന്ന് വിചാരിച്ചു. നീ പിന്നെ ലക്ഷ്മി കണ്ടില്ലേ? നാളെ നീ റിയൂണിയന് വരില്ല എന്ന് പറഞ്ഞ് അവളോട് ഉണ്ടാവാൻ ചേട്ടല്ലേ? ഓവേ എടാ കൂടെ പഠിച്ചവർക്ക് പിള്ളേരെ തുടങ്ങി. നീ ഇപ്പോഴും 1 വേ ട്രാക്കും പിടിച്ചെന്നു. നിനക്ക് ഇത്ര ഇഷ്ടമായിരുന്നെങ്കിൽ നേരത്തെ പോയി പറയാറുന്നില്ലേ? ചെറുതിലെ ഇപ്പോൾ അവൾ കണ്ടപ്പോൾ തോന്നിയൊരു പ്രത്യേകത. അന്നൊക്കെ ഒരു ക്ലാസ് ആയിരുന്നിട്ട് പോലും നോക്കാൻ പോലും പേടിയായിരുന്നു. തോന്നിയതൊക്കെ ഇഷ്ടമാണെന്ന് അറിഞ്ഞത് പോലും അവൾ സ്കൂൾ മാറിപ്പോയപ്പോഴാണ്. പിന്നെ കുറേ നാൾ കഴിഞ്ഞ് ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് അവളെ കണ്ടപ്പോൾ മറന്നുപോയെന്ന് കരുതിയ ഇഷ്ടത്തിന് വേണ്ടി ജീവൻ വെച്ചു. ഇതൊക്കെ ഉള്ളിൽ കിടന്നൊരു പരിവായപ്പോൾ പെട്ടെന്ന് പറയാണ്ടിരിക്കാൻ പറ്റിയില്ല. ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് എന്നെ കണ്ടിട്ട് മനസ്സിലായെന്ന് പോലെ അറിയില്ല. 2-3 കൊല്ലം കോളേജിൻ്റെ വീടിൻ്റെ മഴ പോയി എന്നിട്ട് കാണാതിരിക്കും അവിടെ നിന്ന് കണ്ണുകൂട്ടി. ആ നീ എന്തായാലും വരില്ലെന്നറിയാം. ലക്ഷ്മി വരുന്നുണ്ട്. ജസ്റ്റ് പറഞ്ഞോളൂ. ആടാ വരുന്നടാ. അളിയ എന്താ എല്ലാവരും വന്നു, ലക്ഷ്മി മാത്രം വന്നില്ലല്ലോ. വരില്ലേ? നീ എന്നോടാണോ പോയിക്കണത്? താനല്ലേ ഇന്നലെ വെള്ളമടിച്ചിട്ട് ഓരോന്നൊക്കെ പറഞ്ഞത്? വല്ല കാര്യം ഉണ്ടോ എനിക്ക്? ഏടാ ഒരു ഫ്ലോയിൽ പറഞ്ഞല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? സമയമുണ്ട്. നീ നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചോ. അവൻ്റെ കൺമുന്നൊന്നും പെടാൻ നിൽക്കണ്ട. വരൂല്ലേ? എന്താ? ഒന്നുമില്ല. നീ എന്തോടെ? ഞാൻ അവിടെ ആയിരുന്നില്ലേ?
നീ ഇവിടെ കാണാം വന്ന് അവിടെ എല്ലാവരും പോയി. നമ്പർ സെറ്റ് ചെയ്ത് തരാം, ഒരു മിനിറ്റ്. അവിടെ നമ്പറില്ല അതിൽ എൻ്റെ ഫോണും തന്നെ. ആടാ ആടാ നമ്പർ കിട്ടി. ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ദേ പിടിച്ചേ, ഞാൻ പോരാ. ആടാ റേഞ്ച് ഇല്ല. വേഗം വാ, വേഗം വാ. ഫോൺ പോയടാ കോപ്പേ. പോയല്ലേ? ഇല്ല, ലക്ഷ്മി വാഷ്റൂം പോയിക്കേ. നന്നായി. എടി ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? എന്താ പറഞ്ഞേ? അവള് വരുമ്പോഴേ ഈ സ്കൂട്ടറിന്റെ കീ ഹോളിൽ വെച്ച് മറന്നു, ഒന്ന് പോയെടുക്കാം. എന്തിനാ? അവള് വരുന്നുണ്ട്, ലക്ഷ്മി വരുന്നുണ്ട്, മറക്കല്ലേ. സീറ്റിന്റെ കീഴിൽ കീ കീ. ഓക്കെ ലക്ഷ്മി കണ്ടു കണ്ടു. സീൻ എന്താണ്? ശരി, പോവാം. അയ്യോടി, ഞാൻ കീ അവിടെ ഹോളിൽ വെച്ച് മറന്നു. ഒന്ന് എടുത്തിട്ട് വരും കൊണ്ട് ഞാൻ പോയി എടുത്തിട്ട് വരാം. നീ കാര്യം എന്താന്ന് വെച്ചാൽ പറ. കുറെ നേരം നടത്താൻ തുടങ്ങിയിട്ട്. എടാ, ഞാൻ അമ്മയും കൊണ്ട് അമ്പലത്തിൽ പോയില്ലേ, അവിടെ ലക്ഷ്മി ഉണ്ടായിരുന്നു. അതിന് കേക്കട പുല്ലേ. പറ. അവള് നമ്മളെ പറ്റിയൊക്കെ അന്വേഷിച്ചു. ഒരാലോചിച്ചു, ശിവ അതിലെന്തോ ഒരു സംതിങ് ഇല്ലേ? എന്ത് സംതിങ്? എടാ, അതായത് ലക്ഷ്മി, ശിവ, അതായത് ഇനിയൊന്നുമില്ലേ? ലക്ഷ്മി പോകുന്നുണ്ടോ? എന്തിനു ഞാൻ എന്ത് തേങ്ങ കാണിക്കാനാ? നിന്നെ വെറുതെ അല്ലേ പൊട്ടെന്ന് വിളിക്കണത്? വിഷയമാണ് കാണിച്ചു വിട്ടിട്ട് അതിന്റെ ഇടയിൽ ഒടുക്കത്തെ ഫോൺ. കട്ടാകല്ലേ? കുറെ നേരെ ആരണ്ട് വിളിക്കാൻ തുടങ്ങിയിട്ട്. ശിവ, ഒരു കീ കിട്ടിയോ ഇവിടുന്ന്? ഒരു കീ കിട്ടിയോ ഇവിടുന്ന്? താങ്ക്സ്. താനിപ്പോ ഇപ്പൊ കൊച്ചിയിലാണ്, 2 മാസമായി. പിന്നെന്താ, ഇങ്ങനെയൊക്കെ പോണു. അന്നങ്ങനെ ബോർഡ് പരിപാടിയാണെന്നറിയാം. അങ്ങനെ ഐ ഡിഡ്ന്റ് മീൻ ടു ഡിസ്റ്റർബ് യു. പിന്നെ ഒരിക്കലും അത് സാരില്ല, അതൊക്കെ ഞാൻ തമാശ എടുത്തിട്ടുള്ളൂ. അപ്പൊ ശരി. ലക്ഷ്മി, സ്കൂൾ കഴിഞ്ഞപ്പോൾ തന്നെ ഒരിക്കലും കാണില്ല എന്ന് വിചാരിച്ചു. അപ്പോഴാ വീണ്ടും വന്ന് അന്നോട്ട് താൻ പോലും അറിയാതെ തന്നെ എപ്പോഴും കാണണം എന്നൊക്കെ തോന്നി. ആദ്യമൊക്കെ ഒരു തമാശയായിരുന്നു. പിന്നെ പിന്നെ തന്നെ കാണുന്ന ഒരു നിമിഷത്തേക്ക് വേണ്ടി ജീവിക്കണ പോലെയൊക്കെ. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും കുറേ സന്തോഷിക്കാനും കുറേ സ്വപ്നം കാണാനൊക്കെ തുടങ്ങി താൻ കാരണമാണ്. ഏറ്റവും വിശ്വാസം ചെയ്തിട്ട് കുറേ പ്രാർത്ഥിച്ചിട്ടുണ്ട്, സ്വപ്നങ്ങളിൽ മാത്രമല്ലാതെ ജീവിതത്തിലൊന്നും കൂടി ഉണ്ടാവാൻ. And I really miss you. ഇതൊക്കെ പറയാനാ ഞാൻ ഒന്ന് വന്നിട്ടുണ്ടായേ. താൻ പെട്ടെന്ന് വണ്ടിയൊക്കെ നിർത്തി എന്താണെന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് കയ്യിൽ നിന്ന് പോയി. രാജു അവര് ചിരിക്കണ്. രാജു, രാജു നോക്ക്.
ആഷിക പോടാ. എടാ ആഷികബു. എടാ നീ ഇത്ര നേരം ആഷികവിന്റെ കോളാണ് കട്ട് ചെയ്തോണ്ടിരുന്നത്. ഏയ് ഇല്ലല്ലേ, അവസാനത്തെ മാത്രം. ഇവൻ എന്തിനാ നമ്മുടെ താക്കോലോട് താവക്ക് കൊടുത്തേ? നീ ആരെ വിളിച്ചടാ ഓരോ പണി ഉണ്ടാക്കി വെച്ചിട്ട്? നീ ഒന്ന് അടങ്ങടാ. അല്ലാണ്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ? കുറെ നേരമായില്ലേ പോയിട്ട്, വരുമായിരിക്കും.